നമസ്തേ, ഗുഡ് മോർണിംഗ്. ഞാൻ രഞ്ജിത്ത്, യോഗ പ്രാണവിദ്യയുടെ ഇന്ത്യയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ് ആൻഡ് വർക്കിംഗ് അണ്ടർ ദ ഇന്നർ സയൻസസ് ഇന്ത്യ ട്രസ്റ്റ്. നൗ ദ ഹെഡ് ക്വാർട്ടർ ഈസ് വർക്കിംഗ് അറ്റ് കൊൽക്കത്ത. ഞാൻ ഇപ്പോൾ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ അർഹാത്തിക് യോഗ എന്ന പേരിൽ മഹാത്മാ ചോവാകോക്സുയി കൊണ്ടുവന്ന ഒരു ഹൈലി സെലക്റ്റഡ് ആയിട്ടുള്ള യോഗിക് പാത്ത് ഷാർലറ്റ് മാസ്റ്ററും കൂടി ചർച്ച ചെയ്ത് പിന്നീട് അതിന് ആദ്യം ഉണ്ടായിരുന്ന തലങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യാസപ്പെടുത്തി മാസ്റ്റർ പോകുന്നതിന് മുമ്പ് ഷാർലറ്റും കൂടി ഡിസ്കസ് ചെയ്ത് ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് അവർ തീരുമാനിക്കുകയും അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഷാർലറ്റ് പുറത്തിറക്കിയ ഷാർലറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു, മഹാത്മാ ചോവാകോക്സിയുടെ ലൈഫ് പാർട്ട്ണർ ആൻഡ് സീനിയർ ഡിസൈപ്പിൾ ഓഫ് MSCKS. ആ തയ്യാറാക്കിയ സിലബസ് അനുസരിച്ചാണ് അതിന് പുതിയൊരു പേര്. പണ്ട് പ്രിപ്പറേറ്ററി ലെവലിൽ നിന്നൊക്കെയാണ് പറയാം. ഇപ്പോൾ അതിൻ്റെ പേര് ദ പാത്ത് ടു അർഹാത്ഷിപ്പ് എന്നാണ്. അതായത് അർഹതയിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണ്. നമുക്കെല്ലാവരുടെയും ജീവിതത്തിലെ പരമമായ ലക്ഷ്യം ഉന്നത തലത്തിലെത്തി വളരെ മികച്ച ഒരു ബീയിങ്ങായി ഇവോൾവ് ചെയ്ത് പരിണാമമുണ്ടായി അറിവുകൾ നിറഞ്ഞ്, അതായത് അന്ധകാരം അകറ്റി പ്രകാശത്തെ കൊണ്ടുവരിക എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിച്ചാലും എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ നമുക്ക് ദർ ഇസ് എ പ്രിൻസിപ്പിൾ ഓഫ് എംപ്റ്റിനെസ്. ശൂന്യമായൊരവസ്ഥ വരും. അത് സ്പിരിച്വൽ പാത്തിൽ കൂടി ഉണ്ടായ ശൂന്യതയല്ല, ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ്. നമുക്കെല്ലാം കിട്ടിക്കഴിഞ്ഞു, നാളേക്ക് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്നുള്ള ഒരവസ്ഥ വരുമ്പോൾ നമ്മിലൊരു വിഷാദം വരും. ആ എംപ്റ്റിനെസ്, ഒരു സങ്കടം ഉണ്ടായിരിക്കും ഉള്ളിൽ. ഒന്നും എന്താണ് ഇതെന്നും, എല്ലാ സമൃദ്ധിയുമുണ്ട്, ജീവിതത്തിൽ വിചാരിച്ച കാര്യങ്ങൾ മുഴുവൻ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തി, എല്ലാ കാര്യങ്ങളും മികച്ചതായി, ആഗ്രഹങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞു. മറിച്ച് എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്. പുതിയത് നേടാൻ അതിൻ്റെ അപ്പുറത്ത് നേടാൻ, അങ്ങനെ നേടി എല്ലാം നേടിക്കഴിഞ്ഞാൽ ഒരവസ്ഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കുറച്ച് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആളുകൾ, അതായത് നല്ല സച്ചിത്ത് ആനന്ദത്തിലേക്കൊക്കെ ഒരു സ്വാത്വിക് ലെവലിൽ, അത് ജീവിതത്തിലെ ഏറ്റവും പ്യൂരിറ്റിയിൽ ജീവിക്കുക എന്നുള്ള ആഗ്രഹത്തിലും ലോകനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന തത്വത്തിലൊക്കെ അധിഷ്ഠിതമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന, വലിയ ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ വളർച്ചയുണ്ടായ, ലോകം മുഴുവനും വ്യാപാരങ്ങളുള്ള ഒരുപാട് ആളുകൾ, അവർ ഈ പണത്തിൻ്റെ മുകളിലോ മെറ്റീരിയൽ തിങ്സിൻ്റെ മുകളിലോ വളരെ അതിന് കാത്തു സൂക്ഷിച്ച് ഇരിക്കലല്ല. അത് കാത്തു സൂക്ഷിക്കുക, ദാറ്റ് ഇസ് എൻ അനദർ പാർട്ട്. പക്ഷെ മറിച്ച് അവർ ഒരു പുതിയ ആശയത്തിലേക്ക് അവർ കടക്കും. എത്രയും എങ്ങനെയും ചെയ്താലും തീരാത്ത ഒരു കാര്യത്തിലേക്ക്, അതായത് സ്പിരിച്വൽ പാത്തിലേക്ക്. വെറുതെ ദൈവവിശ്വാസമല്ല സ്പിരിച്വൽ പാത്ത് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് യോഗിക് സയൻസ്. നമുക്ക് നമ്മുടെ ജന്മം കൊണ്ട് ഉണ്ടായ സഞ്ചിതകർമ്മമായാലും, അല്ലെങ്കിൽ നമ്മളിലുള്ള ചില കാർമിക് അഡാപ്റ്റുകൾ, കാർമിക് എലിമിനേഷൻ നടക്കേണ്ട പല കാര്യങ്ങളും, സ്വഭാവ വൈകല്യങ്ങൾ ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വീക്ക്നെസ്സസ്, ദേഷ്യം, അസൂയ, വെറുപ്പ്, വിദ്വേഷം, മറ്റുള്ളവരെ സഹായിക്കാൻ തോന്നാതിരിക്കുക, ആരെയും ഇഷ്ടപ്പെടാതിരിക്കുക, അവനവനെ മാത്രം ഇഷ്ടപ്പെടുക, അവനവൻ്റെ കാര്യങ്ങളെ മാത്രം ഇഷ്ടപ്പെടുക. ആ തരത്തിൽ നിൽക്കുന്ന ആളുകൾ സാധാരണ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ നേച്ചർ അതാണ്. അതിൽ നിന്നും മാറ്റമുണ്ടായി മനസ്സിലൊക്കെ ശാന്തതയും സന്തോഷവും സമൃദ്ധിയും മനസ്സ് നിറയെ സമൃദ്ധിയും ഉണ്ടാക്കുന്ന അവസ്ഥയെ
അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് പരമമായ ഒരു മനുഷ്യൻ്റെ ലക്ഷ്യം. ഏറ്റവും മികച്ച ആനന്ദത്തിലും സന്തോഷത്തിലും നിറഞ്ഞിരിക്കുക. അതിന് യോഗപ്രാണവിദ്യ ഹീലിംഗ് സയൻസിൻ്റെ ഒരു സിലബസാണ്, ഒരു കോഴ്സാണ് ദ പാത്ത് ടു അർഹത്ഷിപ്പ്. ഈ അർഹത്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു യോഗി പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ അടുത്തൊക്കെ ചില സ്ഥലങ്ങളിൽ അർഹതയ്ക്ക് യോഗ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. അവരുദ്ദേശിക്കുന്നത് അർഹതപ്പെട്ട ഒരാളാവാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം എന്നാണ്. ഈ അർഹതപ്പെട്ട ഒരാളാവാനായിട്ട് ഹഠയോഗ ചെയ്തിരുന്നു പണ്ട് മുനിമാരൊക്കെ. ഒരു ലിബറേഷനിലേക്ക്, ഒരു സമാധിയിലേക്കൊക്കെ പോവുക എന്ന് പറയുമല്ലോ. ആ ഒരു ദൈവികമായിട്ട് കൂടുതൽ മെർജിങ് ആവുക, കൂടുതൽ അസോസിയേഷനിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ഹഠയോഗ എന്ന് പറഞ്ഞാൽ കഠിനമായ ശാരീരിക വ്യായാമത്തെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അത് ചെയ്യുമ്പോഴെന്താണ്, അവരുടെ ശരീരമൊക്കെ പലതരത്തിലും മൂവ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള വീക്ക്നെസ്സുകൾ, കുറവുകൾ, ചില സ്വഭാവ വൈശിഷ്ട്യങ്ങൾ, നല്ലതല്ലാത്തതായാലും നല്ലതായിട്ട് ചിലതിനോടുള്ള ആസക്തികൾ, ഭ്രമങ്ങൾ, കൊതി, ജീവിതത്തിനോടുള്ള ജീവിതം ജീവിച്ച് സന്തോഷിക്കാനുള്ള ആഗ്രഹം, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ മറിച്ച് ഇത് ശാന്തി നൽകുന്നുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് അങ്ങനെ ഒരു വലിയ എക്സ്പെക്റ്റേഷൻ, വലിയ ഒരു കാര്യതലത്തിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ച് വേവലാതിപ്പെട്ട് തുടങ്ങിയാൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് ആരോഗ്യം കുറഞ്ഞു, ഇനി ഞാൻ എത്ര കാലം ജീവിക്കും, ഇതൊക്കെ വേവലാതിയായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു ആഗ്രഹം നടക്കാതെ വരുമ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് മെൻ്റലി എടുക്കുന്ന സ്ട്രെസ്സ്, അല്ലെങ്കിൽ നമുക്ക് സ്നേഹബന്ധങ്ങൾ നമ്മിൽ കൂടെ നിറഞ്ഞ് അടുത്ത് നിൽക്കുക, ഇത് ഒക്കെ നാം വല്ലാതെ പ്രതീക്ഷിക്കുമ്പോൾ നമുക്ക് നാം വിചാരിച്ച തലത്തിൽ ആവണമെന്നില്ല നമുക്ക് തിരിച്ചുള്ള റെസ്പോൺസ്. നാം എത്ര സ്നേഹം കൊടുത്താലും ചിലപ്പോൾ തിരിച്ച് റെസ്പോൺസ് നമ്മളങ്ങനെ ആരെയിൽ നിന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കാൻ പഠിക്കുക. അൺകണ്ടീഷണൽ ലവ്, സഹായിക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു ലിബറേഷൻ ഉണ്ടാവും. നമുക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ചിന്താതലമില്ല, ഒരു പ്രത്യേക എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ ഭൂമിയെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ച്, ഈ ഗാലക്സികളെക്കുറിച്ച് ഓർത്ത് സന്തോഷിച്ച്, സൂര്യഭഗവാനെ നമിച്ച്, മരങ്ങളെ, കാറ്റിനെ, വെള്ളത്തെ, മഴയെ, പുൽക്കൊടികളെ, മറ്റുള്ള എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു തരത്തിലേക്ക് മെൻ്റൽ സ്റ്റേറ്റിനെ ഉയർത്തുക എന്നുള്ളതാണ് ഒരു യോഗിക് പാത്ത് എന്ന് പറയുന്നത്. ഇവിടെ ദ പാത്ത് ടു അർഹത്ഷിപ്പ് കഴിഞ്ഞാലും പിന്നെ 2 കൊല്ലം കഴിഞ്ഞിട്ടേ അതിൻ്റെ ലെവൽ 1ലേക്ക്, അതുപോലെ ലെവൽ 2ലേക്കൊക്കെ ഓരോ പീരീഡ്സ് ഓഫ് പ്രാക്ടീസ് റേഞ്ചസ് വേണമെന്നല്ലേ അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ദ പാത്ത് ടു അർഹത്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട ഒരാളാവുക, ഈ ഭൂമിയിൽ ഏറ്റവും മികച്ച ഒരാളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അർഹത്ത്, പരമഹംസ എന്ന് പറയാം. നമ്മൾ ഇവിടെ പരമഹംസ, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അങ്ങനെ പരമഹംസർ എന്ന് കേട്ടിട്ടുള്ള മഹാമുനിമാരെ കുറിച്ചറിയാം. ഈ അർഹതപ്പെട്ട ആളുകൾ എന്ന് പറയുമ്പോൾ പരമഹംസം എന്ന് പറയുന്നത് തന്നെ, ഹംസം ഏറ്റവും മുകളിലായിട്ട് ജീവിക്കുകയും ഏറ്റവും മികച്ചത് ഭക്ഷിക്കുകയും ഏറ്റവും മികച്ചത് മാത്രം കേൾക്കുകയും ഏറ്റവും മികച്ചത് മാത്രം പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു തലമുണ്ടല്ലോ, ആ തലത്തിലാണ് അതിനൊരു സിംബോളിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഹംസം, പരമഹംസം എന്ന് പറയുന്നത്. ആ തലത്തിലേക്ക് ഉയർന്നാലും അവിടെയും അതിൻ്റെ അവസാനമായോ ആ പരമഹംസ തലത്തിലെത്തിയാലും ഒരു കാര്യം ആലോചിക്കേണ്ടത്, അവിടെയും അടുത്ത ഒരു സ്റ്റേജ് ഉണ്ടെന്നുള്ളത് തർക്കമൊന്നുമില്ല. നാം വിചാരിക്കും നമ്മൾ ആ പരമഹംസ പദവിയിലെത്തിയാൽ അതോടുകൂടി നമ്മൾ ഈശ്വരനിലേക്ക് മെർജാവുന്നതാണ്. ഈശ്വരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവികത എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിനെ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ ഒരു സത്യമുണ്ട്. അത് രൂപമോ ഭാവമോ മണമോ ഒന്നുമില്ലാത്തൊരവസ്ഥ. ദാറ്റ്സ് എൻ ഹയർ കോൺഷ്യസ്നെസ്, സുപ്രീം കോൺഷ്യസ്നെസ്. അതിലേക്ക് എത്തിപ്പെടണമെങ്കിൽ പിന്നെയും പടികൾ ഉണ്ട്. അതായത് ഒരു തരത്തിൽ ഇപ്പോൾ നമ്മൾ ഒരു ബ്ലാക്ക് ബെൽറ്റ് എടുക്കുകയാണ്. ബ്ലാക്ക് ബെൽറ്റ് എടുക്കണ വരെ നമ്മൾ എന്ത് വിചാരിക്കും, അതിൽ ചില ക്യൂസ് പാസ്സായി 1, 2, 3 അത് അങ്ങനെ അവസാനം ബ്രൗൺ ബെൽറ്റ് വന്ന് ബ്ലാക്ക് ബെൽറ്റ് കിട്ടി കഴിയുമ്പോൾ ഞാനൊരു ബ്ലാക്ക് ബെൽറ്റ് ആയില്ലേ,
ബ്ലാക്ക് ബെൽറ്റ് വരെ എത്തി. ആക്ച്വലി ബ്ലാക്ക് ബെൽറ്റ് എത്തുമ്പോഴാണ് മനസ്സിലാവുക അതിൻ്റെ മുകളിലേക്ക് എടുക്കാനുള്ളൂ, പഠിക്കാൻ തുടങ്ങണേ ഉള്ളൂ എന്ന് അപ്പോഴാണ് മനസ്സിലാവുക. ഇതുപോലെ തന്നെയാണ് ജീവിതത്തിലെ ഏത് മേഖലയിലും നമ്മൾ പഠിച്ചു വരുമ്പോൾ അത് ഒരു ഇൻഫിനിറ്റായിട്ട് പോവുകയാണ്, പഠിച്ചിട്ടൊന്നും അവസാനിക്കില്ല എന്നുള്ളതാണ് ഏത് മേഖലയിലും. അതുപോലെ തന്നെ അർഹത്തിക് യോഗ, ദ പാത്ത് ടു അർഹർഷിപ്പിലും പിന്നെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കാന്നേ പറയണമെന്നുള്ളൂ. അല്ലാതെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ ഏറ്റവും മികച്ചൊരു അർഹത്തിക് യോഗിയായി എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഒരു തലത്തിൽ നിന്നും ഉയർന്ന് അടുത്ത തലത്തിലേക്ക് നിങ്ങൾ പോകാൻ നിങ്ങൾക്ക് വീണ്ടും പരിശീലനങ്ങൾ ആവശ്യമാണ്. അതായത് ഒരു മനുഷ്യജന്മത്തിൽ നാം എക്സ്പീരിയൻസ് ചെയ്തത് പൂർണ്ണമായും എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്ന് നാം ഒരു ലിബറേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വേറെ തലങ്ങളിലും കൂടുതൽ സബ്റ്റിലായിട്ടുള്ള തലങ്ങളിൽ വേറെയും പരീക്ഷണങ്ങളും പ്യൂരിഫിക്കേഷനും അനിവാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് പല സ്ഥലങ്ങളിലും അർഹത്തിക് യോഗ എന്ന പേരിൽ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇത് ടിബറ്റൻ വാക്കാണ്, സംസ്കൃതത്തിലും അർഹതപ്പെട്ട ആൾ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് വെറുതെ ഹഠയോഗ പരിശീലനം മാത്രമല്ല, ഹഠയോഗ, ലയയോഗ, മന്ത്രയോഗ, തന്ത്രയോഗ, കുണ്ടലിനി യോഗ, ധ്യാനയോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ, അതുപോലെ തന്നെ ഭക്തിയോഗ, അങ്ങനെ ഒട്ടനവധി യോഗങ്ങൾ ചേർന്നതാണ് ദ പാത്ത് ടു അർഹർഷിപ്പ്. അതായത് എല്ലാത്തിലും അത് ഒരു യോഗം മാത്രം പഠിച്ച്, ഹഠയോഗം മാത്രം പഠിച്ചുകൊണ്ട് പ്രാണായാമങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഒരു പരിപൂർണതയിലേക്ക് എത്തില്ല. നാം ഫിസിക്കൽ എക്സസൈസുകൾ, അതായത് ഹഠയോഗ ധാരാളം ചെയ്താലും അത് എക്സ്പെൽ ചെയ്ത് ഡേർട്ടി എനർജീസിനെ, നമ്മുടെ വീക്ക്നെസ്സുകളെ, നമ്മുടെ സ്വഭാവ കുറവുകളെ ഒക്കെ എക്സ്പെൽ ചെയ്ത് കളഞ്ഞ് അതിനെ മികച്ചതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ടു ഇവോൾവ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത്, നമുക്കെല്ലാ യോഗങ്ങളും ഒരുമിച്ച് ചേർത്ത്, മന്ത്രയോഗിയായാലും കർമ്മയോഗിയായാലും തന്ത്രയോഗിയായാലും കുണ്ടലിനി യോഗിയായാലും ധ്യാനയോഗിയായാലും ജ്ഞാനയോഗിയായാലും ഭക്തിയോഗിയായാലും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ കൃത്യമായ എസെൻസ് കൊണ്ടുവന്ന് പുതിയ കാലഘട്ടങ്ങളിൽ, നൂറ്റാണ്ടുകളിൽ പഴയ സമ്പ്രദായങ്ങളിൽ നിന്നും അതിനെ വളരെ റിസർച്ച് ചെയ്ത് വളരെയധികം സ്ഫുടം ചെയ്ത് തയ്യാറാക്കിയെടുത്ത മഹാത്മാ ചോവാകോക്സി ഒരുപാട് റിസർച്ചുകൾ നടത്തി. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിരുന്ന മാങ് ഡാബൻ, മാങ് മൈക്ക് പോലെയുള്ള അതീന്ദ്രിയ ശക്തികളുള്ള, ക്ലയർവോയൻ ശക്തികളുള്ള, അതുപോലെ തന്നെ ലീഡ്സ് ബീറ്റർ, മാഡം ബ്ലൗസ്കി, അനി ബെസൻറ്റ് പോലുള്ളവരുടെ തിയോസഫിക്കൽ സൊസൈറ്റിയിലുള്ള അറിവുകളെയൊക്കെ റിസർച്ച് ചെയ്ത് ഈ സ്പിരിച്വൽ പാത്തിനെ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി, അതിനെ എങ്ങനെ മോൾഡ് ചെയ്യണമെന്ന് മനസ്സിലാക്കി, അതായത് ഒരു പുതിയ ആശയത്തിലേക്ക്, ഒരു പുതിയ സത്യത്തിലേക്ക്, തത്വത്തിലേക്ക് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വളരെ വിശദമായി വ്യക്തമായി പഠിച്ച് അതൊരു ബീയിങ്ങിന്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ആ പരിശീലനങ്ങൾ ചെയ്താൽ എത്രമാത്രം ഡെവലപ്മെൻറ്റ്, എത്രമാത്രം പവർ ഓരോന്നും ചെയ്യുമ്പോൾ എത്രമാത്രം എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അതിന് എത്ര അളവിലായിരിക്കണം ഓരോ പരിശീലനങ്ങൾ എന്നുള്ളതൊക്കെ വളരെ ശാസ്ത്രീയമായി തന്നെ അതിന് അനലൈസ് ചെയ്ത് വ്യത്യസ്തമായ തലത്തിൽ മഹാത്മാ ചോവാകോക്സിയുടെ കൂടെ സഹപ്രവർത്തകരും ഹെൽപ്പേഴ്സുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ഹൈ ക്ലയർവോയൻസ് ആയിരുന്ന ആളുകളൊക്കെ ആയിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായി സ്കാനിങ് എബിലിറ്റിയിൽ കൂടെയും ദാറ്റ് ഈസ് ദ ഫീലിംഗ് ടെക്നോളജി ഓഫ് ഫീലിംഗ് സബ്റ്റൽ എനർജി, ആ ശക്തികളും ഇൻറ്റ്യൂറ്റീവ് പവറുകൾ, ഇൻറ്റ്യൂറ്റീവ് ഇൻ്റലിജൻസ്, അങ്ങനെ ധ്യാനത്തിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്ത് ഓരോന്നും പരിശീലിച്ച് അതിൽ നിന്നും കണ്ടെത്തിയ എസെൻസിനെ എടുത്ത് കൃത്യമായി ഒരു എല്ലാ യോഗങ്ങളുടെയും, ഭക്തിയോഗത്തിൻ്റേതായാലും കർമ്മയോഗത്തിൻ്റെയായാലും ജ്ഞാനയോഗത്തിൻ്റേതായാലും തന്ത്രയോഗത്തിൻ്റെ ആയാലും മന്ത്രയോഗത്തിൻ്റെ ആയാലും ഹഠയോഗത്തിൻ്റെ ആയാലും അങ്ങനെ എല്ലാ യോഗങ്ങളും ഇന്ന് ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന എല്ലാ യോഗങ്ങളുടെയും എസെൻസ് കൊണ്ടുവന്ന് വളരെ ചിട്ടപ്പെടുത്തി സ്ഫുടമായി തയ്യാറാക്കി ഇതാണ് ദ പാത്ത് ടു അർഹർഷിപ്പ്. ആർക്കും ഇത് പഠിക്കുക എന്നുള്ളതാണ്. ആർക്കും പഠിക്കാൻ ചില പ്രീറിക്വസ്റ്റ് കോഴ്സസ് ഉണ്ട്. ഈ എനർജിയെക്കുറിച്ച് പഠിക്കണം, അവർ എനർജി മൂവ്മെൻറ്റുകളെക്കുറിച്ച് അത് ഫീൽ ചെയ്യാനായിട്ട് പഠിക്കണം. അത് യോഗ പ്രാണവിദ്യയുടെ ലെവൽ 1 പഠിച്ച ആളുകൾക്കും അർഹത്തിക് യോഗ ദ പാത്ത് ടു അർഹർഷിപ്പ് പഠിക്കാനായിട്ട് അവസരമുണ്ട്.
അപ്പോൾ അതിൽ തന്നെ നമുക്ക് ജ്ഞാനയോഗ എന്ന് പറയുന്നത് അറിവിൻ്റെ യോഗ ഓഫ് വിസ്ഡം, അതായത് ഈ പ്രപഞ്ചവും നാം ആരാണ് എന്നുള്ള തിരിച്ചറിയലാണ്. അത് രാജയോഗമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ രാജയോഗത്തിൽ ഐ ആം നോട്ട് ദ ബോഡി, ഐ എം നോട്ട് ദ ഇമോഷൻസ്, ഐ എം നോട്ട് ദ mind. The mind is a subtle instrument of the soul. I am the soul, I am a child of God. ആ തത്വത്തിലേക്ക്, അതായത് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്ന തത്വത്തിലേക്ക് നാം എത്തിച്ചേരുന്ന അവസ്ഥ. ഹഠയോഗത്തിൽ എന്താണ്, കുറേ ശാരീരികമായ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചീത്ത ഊർജ്ജങ്ങൾ എക്സ്പെല്ല് ചെയ്ത് അത് നല്ല ഊർജ്ജങ്ങളെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് സ്വീകരിക്കുന്നൊരു തലമാണ്. ഇവിടെ മറിച്ച് നമുക്ക് ഹീലിംഗ്, സെൽഫ് ഹീലിംഗ് ഒക്കെ ചെയ്ത് ബ്ലൂ ട്രയാങ്കിൾ പോലെയുള്ള വളരെ ഇഫക്റ്റീവായിട്ടുള്ള, പണ്ട് ഉന്നതരായിട്ടുള്ള യോഗിമാർ പരിശീലിച്ചിരുന്ന ചില തത്വങ്ങൾ, അതിലേക്ക് നമ്മൾ അതിനെ ആവാഹിച്ച്, നമ്മിലുള്ള ചീത്തകളെ മുഴുവൻ ആവാഹിച്ച് അതിനെ എടുത്ത് നശിപ്പിച്ച് അതിൻ്റെ മണവും സ്വഭാവവും രൂപവും ഒക്കെ മനസ്സിലാക്കി അതിനെ നശിപ്പിച്ച് കളയുന്ന മെത്തേഡൊക്കെ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ദ പാത്ത് ടു അർഹത്ഷിപ്പിൽ കുറേ ഘടയോഗങ്ങൾ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് എവല്യൂഷൻ ഉണ്ടാവണമെന്നില്ല. അത് ഒട്ടനവധി കാലം പരിശീലിക്കുമ്പോൾ നാം നമ്മുടെ ചീത്തകളൊക്കെ പോയി നാം നല്ല ഗുണവിശേഷങ്ങളിലേക്ക്, സത്യസന്ധമായ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ്. അതുപോലെ തന്നെ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴും അത് ആ ഒരു ലെവൽ ഓഫ് എവല്യൂഷനേ ഉണ്ടാവണുള്ളൂ. ഇതെല്ലാം ചേർന്ന് ഒരു അർഹതപ്പെട്ട ഒരു പരമഹംസ തലത്തിലെത്തണമെങ്കിൽ അതിന് എല്ലാ യോഗങ്ങളും കൂടിച്ചേർന്നുള്ള അറിവുണ്ടായിരിക്കണം. അറിവിൻ്റെ യോഗ വേണം, കുണ്ടലിനി യോഗ വേണം, ധ്യാനയോഗ വേണം, രാജയോഗ വേണം, മന്ത്രയോഗ വേണം, തന്ത്രയോഗ വേണം. അങ്ങനെ ഒട്ടനവധി യോഗങ്ങൾ ചേർന്ന് പരിശീലിക്കുമ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുകയും നാം ഒരു പരമോന്നത തലത്തിലേക്ക് ഉയർത്തപ്പെടുകയും, അതെന്നും ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി അതങ്ങനെ ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ പരിശീലനം ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആ തലത്തിൽ അതിൽ പറഞ്ഞിട്ടുള്ള ആ സബ്ജക്റ്റ് സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അത് കൃത്യമായി പരിപാലിച്ച് ജീവിതം മുഴുവൻ മാറ്റിവെച്ചല്ല ഇത് ചെയ്യേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ ഒരു ദിവസം മാറ്റിവെച്ച് ഹഠയോഗം നമ്മൾ ഈ സിലബസിൽ പഠിക്കുന്നുണ്ട്. ഭക്തിയോഗം നമ്മൾ പഠിക്കുന്നത് യോഗ ഓഫ് ഡിവോഷൻ. ഭക്തിയോഗം നമ്മൾ മന്ത്രയോഗ പഠിക്കുന്നുണ്ട്, തന്ത്രയോഗം നാം പഠിക്കുന്നുണ്ട്. ഇതിലൊക്കെ അതിൻ്റെ എസെൻസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അത് രാജയോഗ പഠിക്കുന്നുണ്ട്, അതുപോലെ കുണ്ടലിനി യോഗ പഠിക്കുന്നുണ്ട്, ധ്യാനയോഗ പഠിക്കുന്നുണ്ട്, കർമ്മയോഗ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം അതിൻ്റെ എസെൻസ് ആയിട്ടാണ് നമ്മളിതിൽ പഠിക്കുക. അതിൽ കൂടെ ഉരുത്തിരിയുന്ന അതിൽ കൂടെ നമുക്ക് വരുന്ന ട്രാൻസ്ഫോർമേഷൻ, നാം ക്ലീൻ ചെയ്യപ്പെടുക, നാം പ്യൂരിഫൈഡ് ആവുക എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത്. സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിനുണ്ടാകുന്ന സംസാര ലോകത്തിലെ എല്ലാ ആഗ്രഹ സംസ്വീകരണങ്ങളെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള നോർമൽ ലൈഫിൽ നമുക്കുണ്ടാകുന്ന അഗ്രസീവ്നെസ്സിനൊക്കെ കുറച്ച് എല്ലാം നമുക്ക് വന്നു ചേരുകയും, എന്നാൽ നമ്മൾ അതിനു വേണ്ടി ഏതൊക്കെ വഴികളിൽ കൂടെ പോവുക എന്നല്ലാതെ വളരെ നന്മയേറിയ പാതയിൽ കൂടെ മുന്നോട്ട് പോവുകയും അതിനെ ഈ യോഗങ്ങളായിട്ട് കണക്ട് ചെയ്ത് വളരെ വ്യത്യസ്തമായ തരത്തിൽ പ്യൂരിഫിക്കേഷൻ ചെയ്ത് നാം ഈ ജന്മത്തിൽ നമ്മിലുള്ള കർമ്മ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്ത് അതിന് വേണ്ട പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഈ ദ പാത്ത് ടു അർഹത്ഷിപ്പിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മൾ വളരെയധികം പ്യൂരിഫൈഡായിട്ട് മാറാനായിട്ട് അത് സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നാം എന്താണ് ഇത് യോഗ ഓഫ് ഡിവോഷനാണ് ഭക്തി യോഗ. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഭക്തി യോഗ ഓഫ് പ്രാണായാമം ചെയ്തിട്ട് ശരീരം ശുദ്ധീകരിക്കാൻ പറ്റും നമുക്ക്. അതുമാതിരി ഹഠയോഗ ചെയ്ത് എല്ലാം ചെയ്തുകൊണ്ട് നമുക്ക് ശരീരത്തെ ശുദ്ധീകരിച്ച് നമ്മുടെ മനസ്സിനെ, നമ്മുടെ സ്പിരിറ്റ്, നമ്മുടെ സോളിന് ചുറ്റുമുള്ള ഇൻകാർണേറ്റഡ് സോളിന് ചുറ്റുമുള്ള അൺവാണ്ടഡ് തിങ്സിനെ, ഇന്നർ നോയ്സുകൾ ഒക്കെ കളഞ്ഞ് വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ഒരു ഇവോൾവ് ചെയ്തുള്ള ബീയിങ്ങായി ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുമ്പോൾ ഏറ്റവും മഹനീയമായ തലത്തിലും ഏറ്റവും ഉയർന്ന തലത്തിലും എല്ലാ അർത്ഥത്തിലും സാമ്പത്തികമായും സമാധാനപരമായും സ്നേഹപരമായും കഴിവുകൾ കൊണ്ടും ഒക്കെ ഉയർന്ന ഒരു തലത്തിലേക്ക് എത്താൻ ദ പാത്ത് ടു അർഹത്ഷിപ്പ്
സഹായിക്കും. അപ്പോൾ പല ആളുകളുടെയും സംശയം, നമ്മൾ ഈ യോഗി സാധന ചെയ്യുമ്പോൾ നമുക്ക് പണത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ്. അത് തെറ്റായ ഒരു കൺസെപ്റ്റാണ്. നമുക്ക് പണമുണ്ടെങ്കിലേ നമ്മുടെ അയൽവാസിയുടെ വിഷമത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രയോഗം ചെയ്തതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രാർത്ഥന ചെയ്തത് കൊണ്ട് കാര്യമില്ലല്ലോ. അവർക്ക് സഹായിക്കാൻ നമുക്ക് വരണം. നാട്ടിലെന്തൊക്കെ വിഷമങ്ങളുണ്ട്, അതൊക്കെ അറിയുമ്പോൾ വിഷമിച്ച് അവർക്ക് വേണ്ടി ധ്യാനത്തിലിരുന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. മെറ്റീരിയലായിട്ട് ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് ഭക്ഷണം തന്നെ കഴിക്കണ്ടേ? അനുഗ്രഹം കിട്ടിയിട്ട് നമുക്ക് പോരല്ലോ. അപ്പോൾ അതുമാതിരി തന്നെ ദൈവപ്രാർത്ഥന ചെയ്തിരിക്കലാണ് യോഗി സാധന എന്ന് മിക്ക ആളുകളും ധരിച്ചു വെച്ചിട്ടുണ്ട്. ഒരിക്കലുമല്ല. ദൈവത്തിനെ വിളിക്കുക എന്ന് പറയുന്നത് ദൈവത്തിനെയും ഒരു പരിധി വിട്ട് വിളിച്ചുകൊണ്ട് സമയം അതിനു വേണ്ടി ചെലവഴിച്ചിരുന്നാൽ ദൈവത്തിനും ബോറടിക്കും എന്നുള്ള കാര്യം നാം തിരിച്ചറിയണം. ഈ സാധനകൾ, ഈ ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പിൻ്റെ പ്രത്യേകത ഡിവോഷൻ ടു ദി സുപ്രീം ഗോഡ്, അതായത് ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അത്ഭുതകരമായ സവിശേഷമായ ഉന്നതമായ പരബ്രഹ്മമായി നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാകുക എന്നുള്ളതാണ്. അത് ഫീൽ ചെയ്യാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അത് ഈ പരിശീലനത്തിൽ കൂടെ, ഈ പരിശീലനം കൊണ്ട് നമുക്കതിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെവറൻസ് ടു ദ ടീച്ചർ, ടീച്ചറോടുള്ള ബഹുമാനം, ഗുരുവിനോടുള്ള സ്നേഹവും ബഹുമാനവും, പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം, കഷ്ടപ്പെടുന്നവരെയും വിഷമിക്കുന്നവരെയും സ്നേഹപൂർവ്വം അവരെ സമീപിക്കാനും നമുക്ക് അവനാനാവുന്നത് അവരവർക്ക് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള മനോഗുണമുണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുക. നമുക്ക് മാത്രമേ ഇതറിയാൻ പാടുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്ന് മറ്റുള്ള എല്ലാവരും അറിയുമ്പോഴാണ് ലോകം മുഴുവനും അറിവിലേക്ക് എത്തുക എന്നുള്ള തിരിച്ചറിവുണ്ടാകുക എന്നുള്ളതാണ്. പണ്ട് ശ്രീബുദ്ധൻ ഒരു പുഷ്പം അദ്ദേഹത്തിന് ആരോ കാലത്ത് കൊണ്ടുകൊടുത്തു. അത് അദ്ദേഹം ആ പുഷ്പത്തിലേക്ക് നോക്കി, അതിലെ ആ പ്രപഞ്ചത്തിനെ മുഴുവൻ അദ്ദേഹം കണ്ടു, പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു. അന്ന് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്താതെ ആ പൂവിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന് പുഞ്ചിരിച്ചു കൊണ്ടേയിരുന്നു അദ്ദേഹം. ശിഷ്യരെല്ലാവരും ഇതെന്താണ്, അദ്ദേഹമൊന്നും പ്രഭാഷണങ്ങളും അറിവ് ക്ലാസ്സുകളൊന്നും എടുക്കുന്നില്ലല്ലോ എന്നോർത്ത് ഇരിക്കുമ്പോൾ മൈത്രേയൻ എന്ന ഒരു ശിഷ്യൻ അത് കണ്ട് ചിരി തുടങ്ങി. ചിരി കൺട്രോൾ ചെയ്യാത്ത ചിരികൾ വന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു ബുദ്ധൻ ആ പൂവിലേക്ക് മെർജ് ചെയ്തിരിക്കുന്നു. ഈ പൂവും നമ്മുടെ ഭാഗം തന്നെയാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ള തിരിച്ചറിവിൽ അദ്ദേഹം അതായിട്ട് മെർജ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു പുഷ്പം എങ്ങനെയാണ് ഉണ്ടായത്? ഈ ഒരു പുഷ്പം നമുക്കിനി എത്ര അതിൽ ചേർന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസിനെ മാറ്റി അത് കൂട്ടിച്ചേർക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ആ തത്വം, ആ സത്യം, ആ പ്രപഞ്ച തത്വത്തെ മനസ്സിലാക്കി അതിലേക്ക് അദ്ദേഹം ഒരു ധ്യാനത്തിൽ പോയത് കണ്ടിട്ടാണ് മൈത്രേയനും ഒരു എവല്യൂഷൻ, അവിടെ അതിൽ നിന്നും ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്കും വെളിച്ചം പ്രകാശിച്ചപ്പോൾ അദ്ദേഹം ആനന്ദപുളകിതനായി ചിരി തുടങ്ങിയപ്പോൾ ബുദ്ധൻ അദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ഈ പൂവ് അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യുകയുണ്ടായി. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ബോധസംവഹനം നടന്നു. അടുത്ത ബുധനായിട്ട് അദ്ദേഹം തീരുമാനിക്കപ്പെട്ടു, അദ്ദേഹത്തിലേക്ക് അതിൻ്റെ സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. ഒരു മെഴുകുതിരി കത്തിച്ചാൽ ആ മെഴുകുതിരി കൊണ്ട് നമുക്ക് 10,000-കണക്കിന് മെഴുകുതിരികളെ കത്തിക്കാൻ സാധിക്കുന്നത് പോലെ നാം ഈ ഈശ്വരീയമായ, ഈ ദൈവികമായ സ്പിരിച്വൽ ഗുണങ്ങളിൽ എല്ലാവർക്കും വളർത്തിയെടുക്കാൻ നാം പരിശീലിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് നാം അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ ഭാഗമായി പരിശീലനം തുടങ്ങുമ്പോൾ എല്ലാവരും അർഹതപ്പെട്ടവരായി ലോകത്ത് മാറുന്നതിന് നാം സഹായിക്കുമ്പോൾ നമുക്ക് ആ പ്രകാശം ഭൂമി മുഴുവനും നിറയ്ക്കാനായി സാധിക്കുന്നു. ഈ തരത്തിലാവണം നമ്മുടെ ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പിൽ കൂടെ നാം മുന്നോട്ട് പോകേണ്ടത്. ലോകം മുഴുവനും പ്രകാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളുണ്ടാകാനായിട്ട്, എല്ലാ ജീവജാലങ്ങൾക്കും വളരെ സന്തോഷമുണ്ടാകാനായിട്ട്,
അവർക്ക് ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അല്ലും മലട്ടലുകളും ഇല്ലാതെ ജീവിക്കാനും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കലാണ് ദ പാത്ത് ടു അർഹാറ്റ്ഷിപ്പിൽ കൂടെ കടന്നു പോകേണ്ടത്. മഹാത്മാ ചൊവാക്കോക്സി അത് വളരെ ശ്രദ്ധാപൂർവം ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയത്. അതിൽ നമുക്ക് ചെയ്യാനുള്ള ധ്യാനം ഒന്ന് പ്ലാനറ്ററി പീസ് മെഡിറ്റേഷനാണ്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള യോഗ ഓഫ് ഡിവോഷൻ, ഭക്തിയോഗം എന്ന് പറയാം. പിന്നെ ഒന്ന് രാജയോഗിയാണ്. രാജയോഗയിൽ നമുക്ക് അച്ചീവിങ് വണ്ണസ് വിത്ത് ദ സുപ്രീം ബീയിങ്, നാം ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ ഉന്നത ആത്മാവുമായിട്ട് കൂടുതൽ ബന്ധം സ്ഥാപിക്കുകയും അതിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോയി പരമാത്മാവുമായിട്ട് വിലയം പ്രാപിക്കാനുള്ള ഒരു തുടക്കം നമുക്ക് കിട്ടുകയാണ്. പിന്നെ കുണ്ടലിനി യോഗയാണ്. ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് മാനിഫെസ്റ്റേഷൻ. നമുക്ക് എന്ത് കാര്യങ്ങളും നാം വിചാരിച്ചാൽ നടക്കുന്നൊരു തലത്തിലേക്ക് നമ്മുടെ ചക്രകളൊക്കെ വളരെ എനർജി സെൻറ്റേഴ്സൊക്കെ വളരെ പവർഫുള്ളാവുകയും നമ്മുടെ അവബോധം വലുതായി വരികയും നമ്മുടെ എനർജി ബോഡിയൊക്കെ വളരെയധികം സൂക്ഷ്മമായി പ്രകാശിക്കുകയും നമുക്ക് ഗോൾഡൻ ബോഡിയൊക്കെ വരുന്നതായിട്ട് ആ പരിശീലനത്തിൽ കൂടെ കാണാം. അപ്പോൾ കുണ്ടലിനി നമുക്ക് എന്ത് കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ, അതായത് ഒരാളെ അനുഗ്രഹിക്കും, നിൻ്റെ രോഗം മാറട്ടെ, നിൻ്റെ ആ കാര്യം നടക്കട്ടെ എന്ന് നമുക്ക് പറഞ്ഞാൽ അത് ആ വാക്കുകളുടെ ശക്തി അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടാനുള്ള കഴിവിലേക്ക് നാം ഉയരുന്നു എന്നുള്ളതാണ്. ഒരു വലിയ ബിസിനസ്സുകാരൻ വന്ന് അദ്ദേഹത്തിൻ്റെ ആ ചില കാര്യങ്ങൾ നടക്കേണ്ടതുണ്ട്, നന്മയ്ക്കുള്ള കാര്യമാണെന്ന് മനസ്സിലായാൽ അത് നടക്കാനായിട്ട് നമുക്ക് അനുഗ്രഹിക്കാൻ സാധിക്കുന്ന തലത്തിലാണ് കുണ്ടലിനി യോഗ പരിശീലിക്കുമ്പോൾ അത് അവിടെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. അത് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ഈ പരബ്രഹ്മവും ഉന്നതാത്മാവും, അദ്ദേഹത്തിൻ്റെ ആത്മാവും ഉന്നതാത്മാവും പരബ്രഹ്മവുമായി ഒരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മേഖലകളെ വിജയിപ്പിക്കാനായിട്ട് നമുക്ക് അർഹാത്തിക് യോഗ, ദ പാത്ത് ടു അർഹാത്ഷിപ്പ് പരിശീലിക്കുന്നവർക്ക് സാധിക്കും. അതുപോലെ തന്നെ ധ്യാനയോഗിയാണ്. ധ്യാനയോഗ നമുക്ക് യോഗ ഓഫ് അവയർനെസ്സാണ്. ഈ പ്രപഞ്ചത്തിലെ എല്ലാതും അറിഞ്ഞ് എവിടെ ഇരുന്നാലും നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കാര്യങ്ങളെ നമുക്കറിയണമെങ്കിൽ നമ്മിലേക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കി തരുന്നതാണ്. ഒരു അസ്ട്രൽ ട്രാവലിങ്ങിന് സാധ്യമാകുന്ന ഒരു എബിലിറ്റിയാണ് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക. പണ്ട് സർപ്പവൈദ്യന്മാർ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു പേഷ്യൻ്റ് വരും, പടിഞ്ഞാറ് ദേശത്തു നിന്നാണ് വരുന്നത്, അതിന് അണലി കടിച്ചതാണ്, അതിന് പറ്റിയ മരുന്ന് അരച്ച് വയ്ക്കാൻ ശിഷ്യരോട് പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെയുള്ള സാധന ചെയ്യുന്ന ആളുകളുണ്ട്. അവരെങ്ങനെയാണ് അത് അറിയുന്നത് എന്നുള്ളതാണ്. അത് ഈ യോഗ ഓഫ് അവയർനെസ്സിൽ കൂടെ കിട്ടുന്നതാണ്. അവരുടെ ശരീരത്തിൽ അവരുടെ ഓറയിൽ അത് തട്ടുമ്പോൾ ഏത് ദിശയിൽ നിന്നാണ് ആ ഫീലിംഗ് വരുന്നത്, എത്ര അതിൻ്റെ പരിശീലനം കൊണ്ട് അവർക്ക് എത്ര സമയം കൊണ്ട് 2 നാഴിക 3 വിനാഴിക കഴിയുമ്പോൾ അവരെത്തുമെന്ന് പറയാൻ പറ്റുന്ന അതിൻ്റെ എനർജി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. അദ്ദേഹത്തിന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ നിന്നും ആ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസ് പവറിൽ നിന്നും ഏതിനം സർപ്പമാണ് അതിൻ്റെ ഫീലിംഗും അദ്ദേഹത്തിന് കിട്ടും. അതുകൊണ്ടാണ് അകലെ നിന്ന് പുറപ്പെടുന്ന ഒരാളെ സർപ്പദംശനമേറ്റ ഒരാളെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹത്തിന് ഏത് സർപ്പമാണ് ദംശിച്ചതെന്നും അതിന് ഏത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്നും അതിനുള്ള മരുന്ന് തയ്യാറാക്കാൻ അറിയുന്നത്. അതാണ് ദ യോഗ ഓഫ് അവയർനെസ്. അപ്പോൾ അച്ചീവിങ് വണ്ണസ് അത് രാജയോഗയിൽ ബ്ലൂ പേൾ മെഡിറ്റേഷൻ എന്ന പേരിലാണ് ചെയ്യാനുള്ളത്. ഭക്തിയോഗത്തിൽ പ്ലാനറ്ററി പീസ് മെഡിറ്റേഷനാണ് ദ ഫൗണ്ടേഷൻ ഓഫ് മെഡിറ്റേഷൻ. എല്ലാ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അതിനൊരു ഫൗണ്ടേഷനാണ് പ്ലാനറ്ററി പീസ് മെഡിറ്റേഷൻ. അച്ചീവിങ് വണ്ണസ്, അതായത് നാം എല്ലാം ഒന്ന് തന്നെയാണ്, ഒന്നിൻ്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവാണ് യോഗ ഓഫ് വണ്ണസ്. അതുപോലെ കുണ്ടലിനി യോഗ മാനിഫെസ്റ്റേഷനാണ്. നാം ചെയ്യുന്ന പ്രവർത്തികൾ ഏത് മേഖലയിലായാലും അവിടെ മികച്ച ശക്തി പ്രകടനത്തിന്, ഗുണപരമായ ശക്തിയെ ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ സക്സസ് ഉണ്ടാക്കാനും സഹായിക്കുന്നതാണ് കുണ്ടലിനി യോഗ. ദെൻ അർഹാത്തിക് ധ്യാനയോഗ, അത് നമുക്ക് യോഗ ഓഫ് അവയർനെസ്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാനുള്ള ഒരു ശേഷി നമ്മിലേക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്നു.
പിന്നെ ഗുരുയോഗിയാണ്. ഗുരുനാമമായിട്ട് നാം ഗുരുവുമായിട്ട് മെർജാവുക എന്നുള്ളതാണ്. ശരണാഗതിയാണ്, ശരണം പ്രാപിക്കലാണ് ഗുരുവിലേക്ക്. ഗുരു എന്ന് പറയുന്നത് ഒരു പഠിപ്പിക്കുന്ന ഒരാളെയല്ല ഗുരു എന്ന് പറയേണ്ടത്. ഗുരു എന്നുള്ള കൺസെപ്റ്റ് ദൈവത്തിനോട് തുല്യമായി ചേർന്ന് നിന്ന് അതേ എവല്യൂഷൻ കിട്ടിയ, ആ ലിബറേഷൻ കിട്ടിയ ഒരാളെയാണ് ഗുരു എന്ന് പറയുക. ആരാണ് ഗുരു ആയിരിക്കുന്നത്, ഏത് സമ്പ്രദായത്തിൽ അതായിരിക്കുന്നു, ആരായിരിക്കുന്നു, അതിൻ്റെ ഫൗണ്ടർ, അല്ലെങ്കിൽ അത് എപ്പോഴും ബ്ലെസ്സിങ് ചെയ്ത് അതിൻ്റെ ശിഷ്യരെ എപ്പോഴും ബോഡിയിലില്ലെങ്കിൽ പോലും അനുഗ്രഹിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് വെളിച്ചം തരുന്ന സിറോസ്റ്റർ എന്ന അവസ്ഥയിലുള്ള ഒരു യോഗി തലത്തിൽ, ഉന്നത യോഗി തലത്തിൽ ശരീരത്തിലില്ലെങ്കിലും ഗുരുവിന് ന്യൂട്രീഷ്യസ് പകർന്നു കൊടുക്കുന്ന അതാണ് ഗുരു സങ്കല്പം. അപ്പോൾ ഗുരു ഇവിടെ ഈ പാരമ്പര്യത്തിലെ അതിശ്രേഷ്ഠനായ അതിമഹത്തരമായ കാര്യങ്ങളെ ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം കണ്ടെത്തി വളരെ കൃത്യതയോടെ, വളരെ മനോഹരമായി, വളരെ ലാളിത്യത്തോടുകൂടി ആർക്കും പഠിക്കാവുന്ന തരത്തിൽ ഇതിനെ തയ്യാറാക്കി തന്നു. അതിനെ സഹായിക്കാൻ കൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മ സാഫല്യം പോലെ തന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യാനും അതിന് പുസ്തകങ്ങൾ രചിക്കാനും അത് വേണ്ട രീതിയിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യാനും ലോകം മുഴുവനും അതിനെ സ്പ്രെഡ് ചെയ്യാനും കൂടെ വന്ന ലൈഫ് പാർട്ട്ണർ ഷാർലറ്റ് ആൻഡേഴ്സൺ, മൈ ഹോണറബിൾ മദർ ഷാർലറ്റ് ആൻഡേഴ്സൺ, അവരുടെ കാൽപാദങ്ങളിൽ ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ ഗുരുവായ മഹാത്മാ ചോവാക്കോക്സിയുടെ പാദങ്ങളിലും ഞാൻ നമസ്കരിക്കുന്നു. സർവേശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയും. ലോക സമസ്ത സുഖിനോ ഭവന്തു. നമസ്തേ. താങ്ക് യു. രഞ്ജിത്ത് ഫ്രം തൃശ്ശൂർ.